നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ പാളി എന്ന പ്രതിപക്ഷ വിമർശനത്തിനിടെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട് ജില്ലയിലെത്തും. മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരും. രോഗം സ്ഥിരീകരിച്ച മേഖലകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആവശ്യം. അതിനിടെ രോഗം സ്ഥിരീകരിച്ച 43-കാരന്റെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. വി എസ് രഞ്ജിത്തോട് കൂടുതൽ വിവരങ്ങളുമായി. വി എസ് രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. വി എസ് രഞ്ജിത്ത്, ഒരിടത്ത് നിപ്പയുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിച്ച വിവരം മന്ത്രി അറിഞ്ഞില്ല, കളക്ടർ അറിഞ്ഞു. മറുഭാഗത്ത് പാലക്കാട്ടേക്ക് പോയാൽ കോളറ മന്ത്രി പ്രഖ്യാപിക്കുന്നു, DMO നിരാകരിക്കുന്നു. അങ്ങനെ മൊത്തം ആശയക്കുഴപ്പത്തിലാണ് ആരോഗ്യവകുപ്പ്. അത് നിപ്പയാണെങ്കിലും കോളറയാണെങ്കിലും ശരി. ഈ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലും പ്രതിപക്ഷ വിമർശനത്തിനിടയിലും ഇന്നിപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി വിളിച്ചു ചേർത്ത നേരത്തെ നടക്കേണ്ടിയിരുന്ന ഉന്നതതല യോഗം ഇന്ന് നടക്കുകയാണ്. ഇന്ന് തീരുമാനങ്ങൾ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉന്നതതല യോഗം അടക്കമുള്ള കാര്യങ്ങൾ, ഉന്നതതല യോഗം കണ്ടെയ്ൻമെന്റ് അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുത്തേക്കുമോ? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഡോക്ടർ അരുൺ, തീർച്ചയായിട്ടും നിപ്പയെ മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെയും പ്രതിരോധിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ സർക്കാർ ഉള്ളത്. കാരണം പ്രതിപക്ഷ ആരോപണത്തെ കൂടി പ്രതിരോധിക്കാനാണ് ഇന്നത്തെ യോഗം എന്ന് പറയേണ്ടി വരും. നിപ്പ പ്രതിരോധം മാത്രമല്ല അതിൻ്റെ ഉദ്ദേശം. കാരണം ആരോഗ്യമന്ത്രി വരണമെന്നും ആരോഗ്യമന്ത്രി ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ നിരീക്ഷിക്കണമെന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. ഇവിടെ ജില്ലയിൽ നിന്നുള്ള ഏക പ്രതിപക്ഷ MLA ആയിട്ടുള്ള മുഹമ്മദ് റിയാസ് ഇന്നലെ കൺട്രോൾ റൂമിന് മുന്നിൽ പ്രതിഷേധം ഉയർത്തിയിരുന്നു. അദ്ദേഹത്തിന് കണ്ടെയ്ൻമെന്റ് സോൺ ആക്കിയില്ല എന്ന ആരോപണമുണ്ട്. അതോടൊപ്പം അവിടെ താമസിക്കുന്ന ആളുകളെ നേരിട്ട് ഫോണിൽ ബന്ധപ്പെടണം എന്നൊരാവശ്യം കൂടി അദ്ദേഹം ഉയർത്തിയിരുന്നു. ഏതായാലും ഇത്തരം പ്രതിഷേധങ്ങൾക്കിടയിലാണ് ആരോഗ്യമന്ത്രി ഇന്ന് എത്തുന്നത്. ആരോഗ്യമന്ത്രി മാത്രമല്ല, ഉന്നത ആരോഗ്യ ഉദ്യോഗസ്ഥന്മാരും ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഇന്ന് എത്തുന്നുണ്ട്. അവരുടെ യോഗം ചേരുന്നുണ്ട്. ഏതായാലും 43-കാരനായി ചികിത്സയിൽ കഴിയുന്ന ഈ 43-കാരനായ നിപ്പ രോഗം ബാധിച്ച വ്യക്തിയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ്. മോണോക്ലോണൽ ആന്റിബോഡി അദ്ദേഹത്തിന് ഒരു തവണ കൊടുത്തു. രണ്ടാമത്തെ ഡോസ് കൊടുക്കണമോ എന്നുള്ള കാര്യം വിദഗ്ധ സംഘം ഇന്ന് പരിശോധിക്കും. 87 പേരുടെ സമ്പർക്ക പട്ടികയായിരുന്നു ഇന്നലെ വരെ ഉണ്ടായിരുന്നത്. ഇന്നലെ 13 പേരെ കൂടി ചേർത്തിപ്പോൾ 100 പേരുടെ സമ്പർക്ക പട്ടികയുണ്ട്. മിനിയാന്ന് 3 പേരെ നിരീക്ഷണത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അവരുടെ റിസൾട്ടുകൾ നെഗറ്റീവാണ്. ഇന്നലെ 4 പേരെ കൂടി നിരീക്ഷണത്തിലേക്ക് മാറ്റി ആശുപത്രിയിൽ തുടരുകയാണ്. അവരുടെ സ്രവം കൂടി പരിശോധനയ്ക്ക് അയക്കുന്നുണ്ട്. ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ നിപ്പ വ്യാപനത്തിന്റെ ഒരു സാഹചര്യം നിലവിലില്ല. പക്ഷേ നിപ്പ ഭീതി ഒഴിഞ്ഞു എന്ന് പറയാനും സാധിക്കില്ല. അതുകൊണ്ട് പ്രോട്ടോകോൾ പ്രകാരമുള്ള യോഗങ്ങളും നടപടിക്രമങ്ങളും തുടരേണ്ടതുണ്ട്. കണ്ടെയ്ൻമെന്റ് സോൺ വേണോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ തർക്കം നിലനിൽക്കുന്നത്. ഏതായാലും ആരോഗ്യമന്ത്രി ഉൾപ്പെടെ ഇന്ന് 11 മണിക്ക് വിദഗ്ധ സംഘം ഇവിടേക്ക് എത്തുന്നുണ്ട്. അവർ യോഗം ചെയ്യുന്നുണ്ട്. അതിലായിരിക്കും തീരുമാനം. പ്രതിപക്ഷം അതിൽ അനുനയത്തിലേക്ക് എത്തുമോ, തൃപ്തിപ്പെടുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം. ഓക്കെ, വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു, വി എസ് രഞ്ജിത്ത്.